മാംസം ധരിച്ച വചനത്തിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ആണ്ടുവട്ടത്തിലെ 1-ാം തിങ്കളാഴ്ചയായി നാം ആചരിക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയായ വെളിപാടിനെ കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 1-ാം വായനയിലൂടെ പൂർവ്വകാലങ്ങളിൽ ദൈവം വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന് ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ ഈ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് വെളിപാടായ തൻ്റെ ദൗത്യം അവിടുന്ന് ആരംഭിക്കുന്നു. കത്തോലിക്കാ സഭയിലെ മതബോധന ഗ്രന്ഥം 52-ാം ഖണ്ഡിക ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം ഇപ്രകാരം പഠിപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവം അഭിലഷിക്കുന്നത് മനുഷ്യൻ അവിടത്തേക്ക് പ്രത്യുത്തരം നൽകുന്നതിനും അവരുടെ സ്വാഭാവിക കഴിവിന് അതീതമായി അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് പ്രാപ്തരാകണം എന്നാണ്. എബ്രായ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്ന പഴയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ 4 ഘട്ടങ്ങളിലായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി സൃഷ്ടി കർമ്മത്തിലൂടെ, പ്രത്യേകിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ തന്നെപ്പറ്റിയുള്ള സാക്ഷ്യം സൃഷ്ടവസ്തുക്കളിലൂടെ മനുഷ്യന് നൽകുന്നു. രണ്ടാമതായി നോഹയുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി. പാപം മൂലം നാശത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നോഹയുമായി നടത്തിയ ഉടമ്പടി. മൂന്നാമതായി അബ്രഹാവുമായി നടത്തുന്ന ഒരു ഉടമ്പടി. അവിടെയും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. നാലാമതായി മോശയിലൂടെ നൽകപ്പെട്ട 10 പ്രമാണത്തിൻ്റെ പുതിയ ഒരു തലം. അവിടെ ദൈവം തൻ്റെ ജനവുമായി ഉടമ്പടിപരമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശുവിനാണ് ഈ ഉടമ്പടികളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്. ഉടമ്പടിയുടെ പൂർത്തീകരണമായ ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഗലീലിയിൽ നിന്നാണ്. ഇതുവരെ തെക്കൻ പ്രദേശമായിരുന്ന യോർദാൻ മരുഭൂമിയിലായിരുന്ന യേശു സുവിശേഷം പ്രഘോഷിക്കാനായി വടക്കൻ പ്രദേശമായ ഗലീലയിലേക്ക് വരുന്നു. ഉത്ഥാനത്തിന് ശേഷം യേശു അവിടെ വെച്ചാണ് ശിഷ്യന്മാരെ വീണ്ടും കണ്ടുമുട്ടുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തെ മറ്റൊരർത്ഥത്തിൽ യേശുവിൻ്റെ ദൗത്യം ഗലീലയിൽ നിന്ന് ആരംഭിച്ച് ഗലീലയിൽ നിന്ന് തുടരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നതാണ് യേശുനാഥൻ ആദ്യം നൽകുന്ന സന്ദേശവും വെളിപാടും. ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള യേശുവിൻ്റെ ബോധനത്തെ 3 അർത്ഥതലങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി ദൈവത്തിൻ്റെ ഭരണം യേശുവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി ദൈവരാജ്യം ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളിലൂടെ എന്നും വന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി യുഗാന്ത ദിനത്തിൽ ദൈവം അത് സാർവലൗകികമായി സ്ഥാപിക്കും. ദൈവരാജ്യം സ്വന്തമാക്കുവാൻ യേശു നൽകുന്ന മാർഗനിർദ്ദേശം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളെ ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. തൻ്റെ ഏകനും അനന്യനുമായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം ഈ ഏകവചനത്തിൽ നമ്മോട് എല്ലാം എന്നേക്കുമായി സംസാരിച്ചിരിക്കുന്നു. ഇനി വേറൊന്നും സംസാരിക്കാൻ അവിടത്തേക്കില്ല. ക്രിസ്തുവിലാണ് വെളിപാടിൻ്റെ പൂർണ്ണത എന്നാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ പൂർത്തിയായ ഈ വെളിപാട് സ്വീകരിക്കുവാനായിട്ടുള്ള ക്ഷണമാണ് യേശു നൽകുന്നത്. അതിന് മാതൃകകളായും ആദ്യ ശിഷ്യന്മാരെയും സുവിശേഷ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുനാഥൻ നൽകുന്ന ക്ഷണം നമുക്കും ആദ്യ ശിഷ്യന്മാരെ പോലെ സ്വീകരിക്കാം. അപ്രകാരം ക്രിസ്തുവിൽ പൂർത്തിയായ ദൈവിക വെളിപാട് സ്വന്തമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.